ഞാനങ്ങനെ രാവിലെ 6:30 ടൈമിൽ നമ്മളെ സ്വന്തം തലസ്ഥാനത്ത് കാലുകുത്തിയിരിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. അതിൻ്റെ ഒരു സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. അതുകൊണ്ട് എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എന്താണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സംഭവങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഞാൻ ഓരോ വീഡിയോ ഇങ്ങനെ മാറി മാറി എടുക്കുന്നുണ്ട്. പിന്നെ 2-3 ഫോട്ടോയും എടുത്തു. അപ്പോൾ അതിലൊരു ഫോട്ടോയാണിത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. എനിക്ക് രാവിലെ 10 മണിക്ക് പാപ്പനംകോട് ഒരു കോളേജിൽ വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ ഞാൻ ബസ് കയറാൻ വേണ്ടി നേരെ KSRTC ബസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ സമയം രാവിലെ 8 മണിയാവാറായി. ഞാൻ ബസ്സിലേക്ക് കയറിയിട്ട് ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ബസ് കയറിയത്. അപ്പോൾ നേരെ പാപ്പനംകോടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കരമനയിലേക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നത്. ഞാൻ ലാസ്റ്റ് നോക്കിയ ബോർഡ് കരമനയായിരുന്നു. കാരണം കരമന ജനാർദ്ദനൻ ഫേമസ് ആണല്ലോ. അതുകൊണ്ട് കരമന സ്ഥലം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു വെച്ചു. പിന്നെ പാപ്പനംകോടുള്ള ശ്രീ ചിത്തിര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ് എനിക്ക് എക്സാം. അപ്പം 10 മണിക്ക് എത്തിയാൽ മതി. ഞാൻ വളരെ നേരത്തെ എത്തിയിരുന്നു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല സ്ഥലങ്ങളും പല സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പം സ്ഥലങ്ങളിൽ ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് കർണാടകയിലെ കുശാൽ നഗർ സ്ഥലങ്ങളൊക്കെ ഓർമ്മ വന്നു. അവിടെയുള്ളൊരു അതേ ഒരു സെറ്റപ്പ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് പല സൈഡുകളും. അപ്പോൾ അങ്ങനെ 9:45 9:50 ടൈമായപ്പോൾ ഞാൻ കോളേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഉള്ളിലെ വിഷ്വൽസ് എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ കോളേജാണ്. അധികം പ്ലാസ്റ്റിക് ഇതൊന്നും ഇല്ല. അവർ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കോളേജ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയാനുള്ളത്, നല്ലൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എക്സാം 12 മണിക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴാണ് എനിക്കൊരാഗ്രഹം സാധിച്ചാലോ എന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊരു പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ആരും കൊണ്ടുപോകാനൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ പോകാൻ പറ്റാത്ത സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും എത്തിയില്ല. അപ്പോൾ ഇതാണ് ഗാന്ധി പാർക്ക്. പിന്നെ ഗാന്ധി പാർക്കിലേക്ക് രണ്ടാമത് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്, പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടാണിത്. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് പോകണമെന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു. ഇനി ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പഴയ കാലഘട്ടത്തിലേക്ക് എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ ഒരു 1700-ലേക്കോ 800-കളിലേക്കൊക്കെ രാജഭരണകാലവും അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പോയ പോലെ എനിക്ക് തോന്നി. കാരണം അങ്ങനത്തെ പടങ്ങളൊക്കെ കാണുന്നതാണ്. പഴയ രാജാവിൻ്റെ കാലഘട്ടവും രാജാധികാരവും അതൊക്കെ ഒരു ഓർമ്മയിലേക്ക് ഇങ്ങനെ വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നല്ല ചൂടാണ്. പിന്നെ ഞാൻ എത്തിയ സമയവും നല്ല സമയമായതുകൊണ്ട് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ സമയം കൊടുത്തിട്ടുണ്ട്. രാവിലെ 6 മണി ടു 7 മണി, 9 മണി ടു 10 മണി, പിന്നെ വൈകുന്നേരം 4:30 തൊട്ടിട്ട് 6:15 വരെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടൈം ഇവിടുത്തെ. അപ്പോൾ എനിക്ക് ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ പുറത്തുനിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് പോലീസ് അലോ ചെയ്യില്ല. അങ്ങനെ ഞാൻ അടുത്തതായി പോയ സ്ഥലം എന്ന് പറയുന്നത് ഗാന്ധി പാർക്കാണ്. അത് നേരെ പത്മനാഭസ്വാമീൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും പിന്നെ ഇവിടെ കുറച്ച് വിശ്രമ കേന്ദ്രങ്ങളൊക്കെയാണ്. പിന്നെ മഹാത്മാഗാന്ധിൻ്റെ ഒരു പ്രതിമയുണ്ട്. പിന്നെ നല്ല ചൂടാണ്. കണ്ണൂരിപ്പം ചൂടാണ്, തിരുവനന്തപുരത്തും ചൂടാണ്. വളരെ ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ചു വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗമാണിത്, ബാക്ക് സൈഡ്. അപ്പം അങ്ങനെ ആദ്യവും സ്റ്റേഷനിലേക്ക് കയറാമെന്ന് കരുതി. അങ്ങനെ കയറി. അപ്പം ഞാൻ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ബസ് കയറിയിട്ട് രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, കേരള സെക്രട്ടേറിയറ്റ്. അപ്പോൾ അവിടെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരാണ്. അവർ ഇത് സമരം വിജയിച്ചില്ല എന്നൊക്കെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു, ചർച്ച വിജയിച്ചില്ല എന്ന്. അങ്ങനെ ഞാൻ സെക്രട്ടേറിയറ്റ് മന്ദിരമൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് നടക്കുകയാണ്. ഇനി ഇപ്പോൾ ഓപ്പോസിറ്റ് കിടക്കണം. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി. പിന്നെ നമുക്ക് പെർമിഷൻ ഇല്ലാണ്ട് ഉള്ളിൽ കയറാൻ കഴിയില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വെടിവെക്കും.
പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് നേരെ തിരിച്ച് ബസ് കയറി തിരിച്ച് ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ KSRTC മന്ദിരാണിത്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഒരു ഷേപ്പിലുള്ള നല്ല അതിമനോഹരമായൊരു കെട്ടിടമാണ്. അങ്ങനെ ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി. അപ്പം 7:30ക്കാണ് അടുത്ത ട്രെയിൻ. മാവേലി എക്സ്പ്രസ്സിന് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ചു പോകുമ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജനറൽ എടുക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ ബുക്ക് ചെയ്തത് ക്യാൻസലായിപ്പോയി. RACയും കിട്ടിയില്ല. അപ്പം അങ്ങനെ ഞാൻ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാത്തിരുന്ന് ഇത് ഏതോ ഒരു ട്രെയിനാണ്, ഇതല്ല എൻ്റെ ട്രെയിൻ. അങ്ങനെ തിരിച്ച് മാവേലി എക്സ്പ്രസ്സിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്, കണ്ണൂരേക്കുള്ള. അപ്പോൾ രാത്രിയുള്ള കാഴ്ചകളാണിത്. അങ്ങനെ 4:45 ആ ടൈമായപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. 4:45 ടൈമിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യനില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പല്ലൊക്കെ തേച്ച് അവിടെ ഒരു ചേട്ടൻ ചായയും വടയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അത് മേടിച്ച് കഴിച്ചു. അങ്ങനെ 5:20 കഴിഞ്ഞു സമയം. അങ്ങനെ നല്ല നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ നോക്കി കണ്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഇനിയിപ്പോൾ എനിക്ക് നേരെ കിഴക്കേ കവാടത്തിലെത്തിയിട്ട് പഴയ സ്റ്റാൻഡിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഓവർ ബ്രിഡ്ജ് കയറി എസ്കലേറ്ററിൽ ഞാനിങ്ങനെ മെല്ലെ ഇറങ്ങി കിഴക്കേ കവാടത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ കിഴക്കേ കവാടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് പോയി തിരിച്ചെത്തി ശേഷം കണ്ണൂർ പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഒരൊറ്റ മനുഷ്യനില്ലല്ലോ. അപ്പോൾ ഞാൻ നാട്ടിലേക്കാണ്. അപ്പോൾ നാട്ടിലേക്കുള്ള ഇതൊന്നും ഇനി ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ശരി, ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ശരി എന്നാൽ.